അകത്തുള്ള ഇരട്ടത്താപ്പാണ് പ്രശ്നം. കാരണം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ രാഷ്ട്ര നേതാക്കന്മാരെ പ്രധാനമന്ത്രി വിളിക്കുന്നു, അവരോട് പറയുന്നു നിങ്ങളുടെ പരമാധികാരത്തിനുമേൽ കടന്നുകയറ്റം നടക്കുമ്പോൾ നിങ്ങളോടൊപ്പമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഒരു പരമാധികാരത്തിനുമേൽ നടന്ന ഒരു കടന്നാക്രമണമാണ് ഇറാനിൽ നടന്നത്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തെ ഒരു മുൻകൂട്ടി അനുമതി ഇല്ലാതെ അല്ലെ മുൻകൂട്ടി ഒരു വാർണിംഗ് പോലും കൊടുക്കാതെ ആക്രമിക്കുക മാത്രമല്ല ചെയ്തത്. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായി വധിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യ ആർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. നമ്മുടെ നിശബ്ദത. എന്നിട്ട് ആ ഒരു വിഷയത്തിൽ അപലപിക്കുവാൻ പോലും നമ്മൾ തയ്യാറാകാതെ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേൽ ഇറാൻ കടന്നു കയറി എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെയുള്ള യഥാർത്ഥ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വ്യക്തമായില്ല. ഇതുപോലെ 1993 ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക. അന്ന് ഈ പറയുന്ന ഗൾഫിലുള്ള ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC അവർ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘടനയിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു ഇന്ത്യക്കെതിരെ. കാശ്മീർ വിഷയത്തില് ഇന്ത്യ അപലപിച്ചുകൊണ്ട്, ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് അന്ന് അവരൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് തടയിട്ടത് ഇറാനാണ്. സോണിയാഗാന്ധിയുടെ ആ ഒരു ന്യൂസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതിലെ ഒരു ലേഖനം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അർത്ഥസത്യങ്ങളെയോ ചരിത്രപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആൾക്കാരോട് പറയാതിരിക്കുകയോ ചെയ്യുകയാണ്. പൂർണ്ണമായിട്ട് അതിൻ്റെ വിഷയം പറഞ്ഞിരുന്നുവെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ ആ ലേഖനത്തിൽ എഴുതാനായിട്ട് സോണിയാഗാന്ധിക്ക് സാധിക്കുകയുമില്ലായിരുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതിൽ പ്രതികരിക്കുന്നത് ഇന്ത്യ ഈ വിഷയത്തിൽ എന്തോ ഒരു റഫറിയാണ് എന്ന മട്ടിലാണ്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത്, ഗൾഫ് മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് ഇന്ത്യ ഇടപെടേണ്ടുന്ന ഒരു വിഷയമാണ് എന്ന രീതിയിലത്തേക്കാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഏതൊക്കെ സമയങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ അധിനിവേശം ഉണ്ടായിട്ടുണ്ട്, ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ആ സമയത്തെല്ലാം തന്നെ ഇന്ത്യ ബഹുഭൂരിപക്ഷം സമയവും കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. എന്ത് തരത്തിലുള്ള നിലപാടാണ് എടുത്തിരുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. പിന്നെ ഇവിടെ ശ്രീ റോണി പറഞ്ഞത്, ശ്രീമതി സോണിയാഗാന്ധി പറഞ്ഞതിന് തുല്യമായിട്ടുള്ള കാര്യമാണ്. ഇറാൻ എപ്പോഴും ഇന്ത്യക്കൊപ്പമാണ് നിന്നത്. 1993-94 കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സംഘടന ഒന്നാകെ ഒരു തീരുമാനമെടുക്കുന്നു, കാശ്മീർ വിഷയം നമുക്ക് UN കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരെ പ്രമേയം അവതരിപ്പിക്കണമെന്ന്. അന്ന് ടെഹ്റാനാണ് അതിനെ എതിർത്തത്. ശരിയാണ്, ഇറാൻ അന്ന് നമ്മളോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിനെക്കുറിച്ച് സോണിയാഗാന്ധി മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് UPA ഭരിക്കുന്ന സമയത്ത് 2010 ഇതേ ഖമനൈ കാശ്മീർ ജനതയുടെ ചെറുത്തുനിൽപ്പിനും അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും ഗ്ലോബൽ ഇസ്ലാം ഉമ്മയുടെ പിന്തുണ, അതായത് ആഗോള മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണം എന്ന് പ്രഖ്യാപിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു വിഷയത്തിൽ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഖമനൈ പരസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവന നടത്തുന്ന സമയത്ത് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സോണിയാഗാന്ധി പറയാത്തത്? അന്ന് നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ചെയർ എന്ന് പറയുന്നത് സോണിയാഗാന്ധിയാണ്. ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ്? അതും സോണിയാഗാന്ധി ഓർക്കേണ്ടതാണ്. ഇറാന്റെ ഡിപ്ലോമാറ്റിനെ വിളിച്ചു വരുത്തി ഔദ്യോഗികമായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നീട് UN ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നടന്നിരുന്ന വോട്ടെടുപ്പിൽ സാധാരണ ഇറാനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ അന്ന് ആബ്സ്റ്റെയിൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ കാശ്മീരിലെ വിഷയം കാര്യമായിട്ട്, അവരുടെ നിലപാട് കാര്യമായിട്ട് മാറിയിട്ടുണ്ട്, ഖമനയുടെ നിലപാട് മാറിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് സോണിയാഗാന്ധിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് എന്താ അത് എഴുതാഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ 1994 കാര്യം പറയുമ്പോൾ 16 കൊല്ലം കഴിഞ്ഞിട്ട് കോൺഗ്രസിന്റെ ഭരണസമയത്ത് നടന്നിരുന്ന കാര്യത്തിനെ കുറിച്ച് മിണ്ടാതിരുന്നത് എന്താണ്? നിനക്ക് എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.